ഹരേ രാമ, ഹരേ കൃഷ്ണ. നിങ്ങളുടെ കഷ്ടകാലം ഇതോടുകൂടി തീരുന്നു. മെയ് മാസം പകുതിയോടുകൂടി സ്വത്തും പണവുമെല്ലാം കുമിഞ്ഞുകൂടും. ഈ രാശിക്കാരായ ആളുകൾ നിങ്ങളോ നിങ്ങളുടെ വീട്ടിലോ ഉണ്ടോ എങ്കിൽ ജീവിതം രക്ഷപ്പെട്ടു എന്നു തന്നെ പറയാം. ജ്യോതിഷത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഗ്രഹമാണ് വ്യാഴം. വ്യാഴം എല്ലാ രാശിക്കാരുടെയും ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ്യാഴം, ശുക്രൻ, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾ കൂടിച്ചേരുമ്പോൾ ഗജലക്ഷ്മി രാജയോഗം വന്നുചേരും. ഗജലക്ഷ്മി രാജയോഗം വളരെ ശുഭകരമായ യോഗമാണ്. ജ്യോതിഷത്തിൽ ശുക്രനെ ഭൂതങ്ങളുടെ ദേവനായും വ്യാഴത്തെ ദേവന്മാരുടെ ഗുരുവായിട്ടുമാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഭാഗ്യത്തിൻ്റെയും അറിവിൻ്റെയും ഘടകമായ വ്യാഴം ഇടവരാശിയിലുണ്ട്. മെയ് 19-ന് സൗന്ദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഭൗതികാസക്തിയുടെയും ഘടകമായ ശുക്രനും ഇടവരാശിയിൽ സംക്രമിക്കും. അപ്പോൾ ഈ രാശിക്കാർക്ക് ഗജലക്ഷ്മി രാജയോഗം വന്നുചേരും. ഇത് 4 രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരിക. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യം വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങരാശിക്കാരായ ആളുകൾക്ക് ഗജലക്ഷ്മി രാജയോഗം വളരെ അനുകൂലമായിരിക്കും. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ സമയത്ത് വളരെ നല്ല ശമ്പളം ലഭിക്കുന്ന ജോലി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വളരെയധികം നല്ല ആത്മവിശ്വാസം വന്നു ചേരുകയും മറ്റുള്ളവർക്ക് നിങ്ങളോട് വളരെയധികം ആദരവും സ്നേഹവും വന്നു ചേരുകയും ചെയ്യും. ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നേരമാണ് വന്നെത്തിയിരിക്കുന്നത്. ഈ ബിസിനസ്സിലൂടെ വലിയൊരു ലാഭം വന്നു ചേരുകയും ചെയ്യും. വാഹനങ്ങളും വസ്തുവകകളും വാങ്ങുവാനുള്ള യോഗമുണ്ട്. മോശം ചിന്തകൾ ഉപേക്ഷിക്കണം. കോപം നിയന്ത്രിക്കണം. പരുഷമായ പെരുമാറ്റം ഒഴിവാക്കുകയും വേണം. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായുള്ള നല്ല ബന്ധം നിലനിർത്തുവാൻ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതും ഉദ്ദേശിക്കാത്തതുമായ പല കാര്യങ്ങളും നടക്കും. കാര്യതടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടും. ഇവർക്ക് നേരായ വഴികളിലൂടെ തന്നെ പണം വന്നു ചേരുന്നതാണ്. സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഗുണം ലഭിക്കും. ബിസിനസ് വളരെയധികം ലാഭകരമായി തീരുകയും ചെയ്യും. നിങ്ങളുടെ വരുമാനം വളരെയധികം വർദ്ധിക്കും. ശത്രുദോഷം വരാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തത് മേടം രാശിക്കാരാണ്. മേടരാശിക്കാർക്ക് ഇതിലും നല്ലൊരു സമയം വന്നു ചേരുവാനില്ല. വ്യാഴശുക്ര സംഗമം വഴി ഗജലക്ഷ്മി രാജയോഗവും നിങ്ങൾക്ക് വളരെയധികം ശുഭകരമായ ഫലങ്ങളാണ് സമ്മാനിക്കുന്നത്. സമൂഹത്തിൽ നിങ്ങളുടെ വില വളരെയധികം വർദ്ധിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ നല്ല സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ബിസിനസ്സിൽ വലിയ ഇടപാടുകൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് ഇത്. വിവാഹം നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായ നേരമാണ് ഇത്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് സന്തോഷം തിരികെ വരുന്നതിലൂടെ നിങ്ങൾക്ക് വലിയ ആശ്വാസം അനുഭവപ്പെടും. നിങ്ങളുടെ ചിന്തകളും വ്യക്തിപരമായ കാര്യങ്ങളും പുറത്തുള്ളവരുമായി പങ്കിടുന്നത് ഒഴിവാക്കേണ്ടതാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ അല്പം കഠിനാധ്വാനം കൂടിയേ തീരൂ. വളരെ ആലോചിച്ച് മാത്രം പണം ഇടപാടുകളിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ സാധിക്കും. കൃഷിയിൽ നിന്നും കൂടുതൽ വരുമാനം ലഭിക്കും. ധനപരമായ നേട്ടങ്ങളും വന്നു ചേരുന്നതാണ്. നാഗങ്ങളെ പ്രാർത്ഥിക്കുന്നതും വഴിപാട് കഴിപ്പിക്കുന്നതും വളരെയധികം നല്ലതാണ്. വീട് പണിയുവാനോ സ്ഥലം വാങ്ങുവാനോ ഉദ്ദേശമെങ്കിൽ അത് നടക്കും. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ നന്നായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അടുത്തത് ഇടവം രാശിക്കാരാണ്. ഇടവ രാശിക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നേരമാണ് വന്നെത്തിയിരിക്കുന്നത്. വളരെ അനുകൂലമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഇനിയുള്ള എല്ലാ കാര്യങ്ങളും
നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ പൂർണ്ണമായും വിജയം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരിക്കലും തിരിച്ച് കിട്ടില്ലെന്ന് വെച്ച പണം തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് സാമ്പത്തികമായ വളരെ ഉയർന്ന നിലയിലായിരിക്കും നിങ്ങളുടെ ജീവിതം. ബിസിനസ് രംഗത്ത് അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. അഭീഷ്ട കാര്യങ്ങൾ നടക്കും, തടസ്സങ്ങൾ മാറും, ധനപരമായി നേട്ടങ്ങളുണ്ടാകും, പ്രവൃത്തി ഗുണം ലഭിക്കും, കാര്യവിജയം ഉണ്ടാകും, കുടുംബസുഖവും കുടുംബ ഭദ്രതയും ബന്ധുസത് ഗുണവും വന്നുചേരും. കുടുംബസ്വത്ത് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ശിവഭജനം നടത്തുന്നത് വളരെയധികം നല്ലതാണ്. പൊതുപ്രവർത്തന മേഖലയിൽ അത്ര ശുഭകരമായ ഫലമല്ല നിങ്ങൾക്ക് കാണിക്കുന്നത്. സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും മനസുഖം കിട്ടുവാനും ഫലമുണ്ട്. ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഫലം വന്നുചേരും. വരുമാനം വളരെയധികം മെച്ചപ്പെടുന്നത് മൂലം സന്തോഷം ഉണ്ടാകും. എന്നാൽ ജോലിയിൽ തടസ്സം നേരിടുന്നത് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥനാക്കും. സാമൂഹിക പരിപാടികളിൽ ഭാഗമാകുവാനുള്ള അവസരം വന്നെത്തുന്നതാണ്. സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. ആരെയും അന്ധമായി വിശ്വസിക്കുകയും അരുത്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. ശുക്രന്റെയും വ്യാഴത്തിന്റെയും സംക്രമത്തിലൂടെ രൂപപ്പെടുന്ന രാജയോഗം ഈ രാശിക്കാരുടെ ജീവിതത്തിൽ വളരെ നല്ല ഫലങ്ങളാണ് സമ്മാനിക്കുക. സാമ്പത്തികമായി വളരെയധികം നിങ്ങൾ ഉയർച്ചയിലെത്തും. തൊഴിൽ രംഗത്തും വളരെ നല്ല നേരമാണ് വന്നെത്തിയിരിക്കുന്നത്. ശമ്പള വർധനവും പ്രമോഷനും ഉറപ്പാണ്. ജീവിതത്തിൽ വളരെയധികം പുരോഗതിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവിടുവാനും പിക്നിക് പോകുന്നതിനെക്കുറിച്ചും ആലോചിക്കുകയും ചെയ്യും. ആവശ്യഘട്ടങ്ങളിൽ സഹോദരങ്ങളുടെ സഹായം വന്നുചേരും. ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് നല്ല വാർത്ത ലഭിക്കുവാനായി അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. ബിസിനസ്സിലെ നേട്ടങ്ങൾ കാരണം മനസ്സിൽ വളരെയധികം സന്തോഷം വന്നുചേരും. ഏതെങ്കിലും പദ്ധതികളിൽ പെട്ടുകിടന്നിരുന്ന പണം നിങ്ങളുടെ കൈകളിൽ തിരിച്ചു എത്തുന്നതാണ്. ചില ആളുകളുമായി വഴക്കോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ചില കാര്യങ്ങൾക്ക് പുറപ്പെടും മുമ്പ് മാതാപിതാക്കളുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. ഈ കാരണത്താൽ വളരെയധികം ഉന്നതിയിൽ എത്തുവാനും സാമ്പത്തികമായി ഉയർച്ചയിൽ എത്തുവാനും സാധിക്കും. ബഹുജനങ്ങളിൽ നിന്ന് അംഗീകാരം ലഭിക്കും. സമ്മാനങ്ങളും ആഡംബര വസ്തുക്കളും നിങ്ങളെ തേടിയെത്തും. ആരോഗ്യം വളരെയധികം നന്നായിരിക്കും. സ്ഥാനമാന ലബ്ധിയും ജോലി സംബന്ധമായ നേട്ടവും നിങ്ങളെ കാത്തിരിക്കുന്നു. കുടുംബസുഖം വർദ്ധിക്കും. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാ ശത്രുദോഷവും നീങ്ങുകയും ചെയ്യും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.